നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിനെതിരായ വ്യാജ പ്രചരണങ്ങൾ ഗവർണർക്ക് മനസ്സിലായി കാണുമെന്ന് വി മുരളീധരൻ. കോന്നി മെഡിക്കൽ കോളേജിൽ പുതിയ പീഡിയാട്രിക് ICUവും ഹോസ്റ്റലും. ഏഷ്യൻ കപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി പലസ്തീൻ പ്രീ ക്വാർട്ടറിൽ തോൽക്കാൻ മനസ്സില്ലാതെ കളിക്കളത്തിൽ പോരാട്ടം തുടരും. വാർത്തകൾ വിശദമായി. നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കത്തിന് നിലവാരമില്ലാത്തതിനാലാവും ഗവർണർ വായിക്കാത്തതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര സർക്കാരിനെതിരായ വ്യാജ പ്രചരണങ്ങൾ നിയമസഭാ വേദിയിൽ രേഖപ്പെടുത്താനുള്ള നീക്കം ഗവർണർക്ക് മനസ്സിലായി കാണുമെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിനെതിരായ കള്ളപ്രചാരണത്തിന് വേദിയാക്കി നിയമസഭയെ അധപ്പതിപ്പിക്കുകയാണെന്ന് പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത്. പത്തനംതിട്ട കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തന സജ്ജമായ പീഡിയാട്രിക് ICUവിന്റെയും ബോയ്സ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ജനുവരി 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. KU ജനീഷ് കുമാർ MLA അധ്യക്ഷത വഹിക്കും. ഇനി കായിക വാർത്ത. ചരിത്രത്തിലാദ്യമായി പലസ്തീൻ ഏഷ്യൻ കപ്പ് പ്രീ ക്വാർട്ടറിൽ കടന്നു. 3 ഗോളിന് ഹോങ്കോങ്ങിനെ തോൽപ്പിച്ചാണ് മുന്നേറ്റം. ആദ്യ കളിയിൽ ഇറാനോട് 1-4 തോറ്റെങ്കിലും പിന്നീട് UAEയുമായി 1-1 സമനിലയിലായിരുന്നു. ഹോങ്കോങ്ങുമായുള്ള പോരാട്ടത്തിൽ നിർണായക വിജയം കൈവരിക്കുകയും ചെയ്തു. ഏഷ്യൻ കപ്പിലെ ആദ്യ ജയം കൂടിയായിരുന്നു ഇത്. അവസാന 16-ൽ സ്ഥാനം പിടിച്ചത് ഗ്രൂപ്പ് സിയിൽ നിന്ന് മികച്ച 3ാം സ്ഥാനക്കാരായാണ്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.